ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചതിച്ച് ഒരുപാട് കളവുകൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വേദനിപ്പിച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്ന് കടന്നുപോയ ഒരു പേഴ്സൺ, ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ്. അതുപോലെ അവർ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുന്നുണ്ടോ, എന്താണ് അവരുടെ ഒരു തോട്ട്സ് എന്നുള്ളത് കൂടെ നോക്കാം. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പൊ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. ഇപ്പോൾ ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാനായിട്ട് സാധിക്കുന്നില്ല, ഇവർ എല്ലാ രീതിക്കും നിങ്ങളിലേക്ക് ആ ഒരു forgiveness ആയിട്ട് കടന്നു വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സ്വീകരിക്കാൻ ഇപ്പോഴും തയ്യാറാണ് എന്നുള്ള ഒരു മൈൻഡിലൊക്കെയാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുക. നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഇതൊന്നും തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാതിരിക്കുക. ഈ ഒരു വ്യക്തിയുടെ മുഖം, ഇവരുടെ പേര് എല്ലാം മൈൻഡിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. King of Swords, Queen of Cups, the Fool energy, Magician, Knight of Pentacles, Three of Cups, Ace of Swords, Ace of Cups, Five of Swords, Four of Swords, Five of Pentacles, Nine of Swords, Ace of Wands, Page of Cups, Ten of Swords, Seven of Cups, Nine of Wands, Eight of Wands. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്, കർമ്മയാണ്. ആണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡില് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ച് കബളിപ്പിച്ച് കടന്നു പോയൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ അവരുടേതായ ഒരു സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടേതായ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട്, അതിപ്പോ ഫിനാൻഷ്യൽ കാര്യത്തിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിരിക്കുന്നത്, സമ്പത്തിനോടുള്ള ആഗ്രഹം കൊണ്ടിട്ടായിരിക്കാം. മറ്റു ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും റിലേഷൻഷിപ്പ്, തേർഡ് പാർട്ടി വ്യക്തികളോടുള്ള ഒരു സ്നേഹത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഒരു അഡിക്ഷന്റെ ഭാഗമായിട്ടൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയവരായിരിക്കാം. മറ്റു ചിലവർക്ക് ഇത് രണ്ടും ആയിരിക്കില്ല. നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വന്നു, സ്നേഹം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഇവർ ആ ഒരു രീതിയിൽ പിന്നെ നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് പോയവരായിരിക്കാം. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ കോമൺ ആയിട്ടൊരു ചീറ്റിംഗ് എനർജിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഏത് രീതിയിലാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചത് ആ ഒരു രീതി വെച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. അപ്പൊ എങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങളെ വേദനിപ്പിച്ച് കടന്നു പോയവരാണെങ്കിൽ പോലും ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവരുടെ ലൈഫിൽ ഇവരൊരു കർമ്മ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെ കാണുന്നത്. തൊടുത്തു വിട്ടത് എങ്ങോട്ടാണോ ആ ഒരു സ്ഥലത്ത് നിന്നും അവരിലേക്ക് തന്നെ അത് എത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ അവരൊരു വേദന നിങ്ങൾക്ക് നൽകി എന്നുണ്ടെങ്കിൽ അതേ വേദന ഇപ്പോ അവരിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സമയമാണ്. കാരണം ഇവിടെ വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഫൈവ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഫിനാൻഷ്യലി ഭയങ്കരമായ ഒരു സ്ട്രഗിളിങ്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു പോയവരാണെന്നുണ്ടെങ്കിൽ അവർക്കിപ്പോ അവിടെ ഒരുപാട് സ്ട്രഗിളിങ് വരുന്നുണ്ട്. ചിലവർക്ക് ഒരു ഫിനാൻഷ്യൽ ലോസ് ആയിരിക്കാം, സാമ്പത്തികമായിട്ട് എന്തെങ്കിലും തകർച്ചകൾ, ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ, ചിലർക്ക് ജോലി നഷ്ടം, ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും രീതിയിൽ ഹെൽത്ത് ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിലും, ഇതൊരു ഹെൽത്ത് കാർഡ് കൂടെയാണ്, അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ എന്തൊക്കെയോ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ചിലവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവർക്ക് വലിയ രീതിക്ക് അവിടെ നിന്ന് ഒരു ചതിവ് കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്.
ഒരു വലിയ രീതിക്കുള്ള പൊള്ളലേറ്റിരിക്കുന്നു. ആ ഒരു പൊള്ളലിൽ നിന്നും ഒരു മുക്തി വേണമെന്ന് ആഗ്രഹിച്ച് ഇപ്പൊ എല്ലാ രീതിക്കും ഒരു ഡൗൺ സ്റ്റേജിലാണ്, അല്ലെങ്കിൽ എനർജി ഒക്കെ ഭയങ്കരമായി ലോസ് ആയിരിക്കുന്ന ഈ ഒരു സമയമാണ്. ആ ഒരു കർമ്മ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണിലേക്ക് തിരിച്ചടിച്ച് വന്നിരിക്കുന്നത്. ഒരു ഡിപ്രസ്ഡ് സ്റ്റേജ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ആങ്സൈറ്റി, എല്ലാ രീതിയിലും മൈൻഡ് എല്ലാം കംപ്ലീറ്റ്ലി ഒരു നെഗറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. ഈ ഒരു സമയത്ത് പക്ഷെ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ ഓർമ്മകൾ വന്നിട്ടുണ്ട്. ഇവർ നിങ്ങളെക്കുറിച്ച് നല്ല രീതിക്ക് ചിന്തിക്കുന്നുണ്ട്, ആഴത്തിൽ തന്നെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് ചെയ്തു പോയ കാര്യങ്ങളുടെ ആ ഒരു പെയിൻ ആണ് അവരിപ്പോ ഒരുപക്ഷെ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ ഭയങ്കരമായിട്ട് വേദനിക്കുകയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 9 ഓഫ് സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന 10 ഓഫ് സോഴ്സ് ആണ്. എല്ലാ രീതിയിലും ഒരു മരണതുല്യമായ വേദനയിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥ. 10 ഓഫ് സോഴ്സ് എന്ന് പറയുന്നത് ഭയങ്കരമായ പെയിൻഫുൾ ആയ ഒരു എനർജി നിൽക്കുന്ന ഒരു പേഴ്സൺ, ഒരു കാർഡാണത്. അപ്പൊ ഇവര് നെഗറ്റിവിറ്റി തോട്ട്സുകൾ മാത്രമല്ല, മെന്റലി ആണെന്നുണ്ടെങ്കിലും ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ ലോസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചിലവർക്ക്. അപ്പൊ ആ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിൽ നിൽക്കുന്നത് കൊണ്ടിട്ടും, അതുപോലെ നിങ്ങളുടെ ഓർമ്മകൾ അവരിലേക്ക് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കൊണ്ടിട്ടും നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. എത്രത്തോളം ദൂരെയാണോ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന്, നിങ്ങളെ ഇട്ടിട്ട് മാറിപ്പോയത്, ആ ഒരു ദൂരയിൽ നിന്നും നിങ്ങളിലേക്ക് ഒന്ന് വീണ്ടും അടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരാണ്. ഇവിടെ ഏസ് ഓഫ് സോളിന്റെ എനർജി വന്നിരിക്കുന്നതുകൊണ്ട് ഇവർ വളരെ ബുദ്ധിപൂർവ്വമാണ് ചിന്തിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരായിട്ട് തന്നെയാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഒരു ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ഒരു പ്ലാനിങ്ങോട് കൂടി നിങ്ങളിലേക്ക് വരാൻ സാധിച്ചിരുന്നെങ്കിൽ. ഇവിടെ ഇവർ പ്ലാനിങ് എന്ന് ചിന്തിക്കാൻ കാരണം നിങ്ങളുടെ ലൈഫിൽ ഇവരായിട്ട് തന്നിരിക്കുന്ന വേദനകൾ അത് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു പാസ്റ്റിലേക്ക് നോക്കി നിങ്ങളുടെ പേഴ്സൺ ഭയക്കുന്നുണ്ട്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ, നിങ്ങളിലേക്ക് വരുന്ന കാര്യം ചിന്തിക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ ഭയവും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ ആ ഒരു ഭയം ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഭയത്തിനെ എല്ലാം മറികടന്നുകൊണ്ട് തന്നെ ഒന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ അതിനൊരു റിസ്ക് എടുക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. അപ്രതീക്ഷിതമായിട്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങളെ ചീറ്റ് ചെയ്ത് മാറിപ്പോയത്. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളെ തന്നെ ഇവർ ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കാം. ബ്ലെയിം ചെയ്യാന്ന് പറയുമ്പോഴേക്കും ഇവർ ചെയ്യുന്ന തെറ്റുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ തോന്നുമ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേ തെറ്റ് ഇവർ നിങ്ങളുടെ തലയിലേക്ക് ആക്കിയിട്ട് ഇവരെ വളരെയധികം ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് ചിത്രീകരിക്കുക, അല്ലെങ്കിൽ തെറ്റുകൾ അംഗീകരിക്കാതിരിക്കുക. ഒരു ഈഗോ എന്നോ അല്ലെങ്കിൽ ഒരു ടോക്സിക് ബിഹേവിയർ എന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഈ ഒരു പേഴ്സൺ ആ ഒരു രീതിയിലൊക്കെ നിങ്ങളോട് കാണിച്ചിട്ടുള്ളവരായിരിക്കാം. അതൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം അതുവരെ അവരുടെ ഒരു മെന്റാലിറ്റി അങ്ങനെ ആയിരുന്നിരിക്കില്ല നിങ്ങളോട്. വളരെയധികം സ്നേഹത്തോടു കൂടിയൊക്കെ പെരുമാറിയിരുന്ന പേഴ്സൺ വളരെ പെട്ടെന്ന് നിങ്ങളോട് സഡൻ ആയിട്ടൊരു ചേഞ്ച് വരുന്നു. ക്ലാരിറ്റി എന്താന്നുള്ളത് നിങ്ങൾ ചോദിച്ചിട്ട് തരുന്നില്ല, നിങ്ങൾ തിരിച്ച് ബ്ലെയിം ചെയ്യുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വേദനിപ്പിച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയ ഈ ഒരു വ്യക്തി ഇപ്പോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു കാലം അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചമായിട്ട് അവരുടെ ലൈഫിലേക്ക് ആ ഒരു കർമ്മ തൊടുത്തു വിട്ടിരിക്കുന്ന സമയം തന്നെയാണ്. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുക എന്ന് പറയുമ്പോഴേക്കും മനസ്സന്തോഷം അല്ലെങ്കിൽ മനസമാധാനമാണ് പ്രധാനമായിട്ട് ഇവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. സാമ്പത്തിക തകർച്ച കാണിക്കുന്നുണ്ട്, അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്, അതോടൊപ്പം മനസ്സ് കൈവിട്ടു പോകുന്ന എനർജിയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് ഇപ്പൊ ലൈഫിൽ എവിടെ നിന്നാണ് ഇനി ഒരു തുടക്കം വേണ്ടത്, അല്ലെങ്കിൽ ആരെയാണ് ഒന്ന് വിശ്വസിച്ച് ചേർത്ത് നിർത്തേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഇവരിൽ പ്രധാനമായിട്ട് കാണിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് പല കാര്യങ്ങളിലേക്ക്, ഒരു അഡിക്ഷനിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അഡിക്ഷൻ എന്ന് പറയുമ്പോഴേക്കും ചിലവർക്ക് എന്തെങ്കിലും ഡ്രിങ്കിങ് ഹാബിറ്റ്സോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഇവർ എന്തായാലും ഒരു അഡിക്ഷനിലേക്ക് പോയിട്ട് കംപ്ലീറ്റ്ലി ഒരു ലോ എനർജിയിൽ തന്നെയാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇവിടെ ഇതുവരെ അവർ അവരുടേതായ ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നോക്കിക്കണ്ടിരുന്നത്, അല്ലെങ്കിൽ അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രവർത്തിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ അവരുടേതായ സന്തോഷങ്ങൾക്ക് വാല്യൂ നൽകി നിങ്ങളുടെ ബന്ധം കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇത് ആദ്യം മുതലേ അല്ല, ഇവർക്ക് നിങ്ങളോട് ഒരു അകൽച്ച വന്നിരിക്കുന്ന സമയം മുതൽ ഇവർ ആ ഒരു രീതിയിൽ പെരുമാറിയവരാണ്. എന്നാൽ ഇപ്പോ അവരുടെ മനസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കർമ്മ അല്ലെങ്കിൽ ഇവർക്ക് ലൈഫിൽ ഇപ്പൊ നേരിടേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സ്പിരിച്വൽ കണക്ഷനിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ട്രസ്റ്റ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് യുക്തിപൂർവം സ്വന്തം മനസ്സനുസരിച്ച് നീതിപൂർവം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഇവരിപ്പോ ചിന്തിക്കുകയാണ്. എത്ര റിസ്ക് എടുത്ത് ബുദ്ധിപൂർവ്വം പ്രയത്നിച്ചാണെങ്കിൽ പോലും നിങ്ങളുടെ ബന്ധത്തെ വീണ്ടും ഒന്ന് പഴയ പോലെ കൊണ്ടുവരാൻ സാധിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഈ ഒരു ബന്ധത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്.
ഓരോ നിമിഷവും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതിപ്പോ ഓരോ നിമിഷവും എന്ന് പറയുമ്പോഴേക്കും ഒരു ദിവസത്തിൽ ഇപ്പൊ രാത്രിയാണെന്നുണ്ടെങ്കിലും പകലാണെന്നുണ്ടെങ്കിലും ഏത് സമയത്താണെന്നുണ്ടെങ്കിലും നിരന്തരം ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ വേണം എന്നുള്ളൊരു ചിന്തകളിലൂടെ തന്നെയാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് അവരൊരു ഗൈഡൻസ് എടുക്കുക എന്നുള്ളൊരു രീതിക്കാണ് ഇപ്പൊ ആ ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്ക് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവരുടെ മനസ്സിനെ തന്നെ ഒന്ന് calm and quiet ആയിട്ട് കൊണ്ടുവരിക. കാരണം എല്ലാ രീതിക്കും ഒരു അല തല്ലി അടിക്കുന്ന അവസ്ഥയിലാണ് മനസ്സ് നിൽക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും Three of Swords ന്റെ energy ആണ് വന്നിരിക്കുന്നത്. ഹൃദയം നുറുങ്ങുന്ന ഒരു വേദനയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു രീതിയിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയവരാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവർ ഒട്ടും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റിൽ അല്ല നിൽക്കുന്നത്. ഇവർക്ക് എല്ലാ രീതിയിലും ഒരുപാട് വേദനകൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ കുറ്റബോധം, റിഗ്രറ്റ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നുന്നുണ്ട്. ചെയ്തു പോയ കാര്യങ്ങളിൽ സ്വന്തം മനസ്സുകൊണ്ട് ആ ഒരു പവറിനോട്, യൂണിവേഴ്സൽ പവറിനോട് അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ നിരന്തരമായിട്ട് ആ ഒരു ഫോർഗീവ്നെസ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളോടൊന്ന് സംസാരിക്കാനും നിങ്ങളെ ഒന്ന് കാണാനും ആ ഒരു ആഗ്രഹത്തോടു കൂടി ഇവരൊരു യാത്രക്ക് തയ്യാറെടുക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ എവിടെയാണോ നിങ്ങളെ ഇട്ടിട്ട് ഇവർ ഓടിപ്പോയത് ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തിരച്ചിൽ അല്ലെങ്കിൽ ആ ഒരു ചേസിങ് ഇവർ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് ആ ഒരു ചേസിങ്ങിൽ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നില്ല. ഇവർക്ക് ക്ലാരിറ്റി ലഭിക്കാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചിലവർ ചിലപ്പോൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇപ്പൊ ചീറ്റിംഗ് എന്നൊക്കെ പറയുമ്പോഴേക്കും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണം എന്നില്ല. ചിലവർക്ക് അത്രയും ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മൂവ് ഓൺ ചെയ്ത് മാറിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളതായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇമോഷൻസ് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, നിങ്ങളെ ചേസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളെ സ്പൈ ചെയ്യുന്ന സമയത്തും. ഇനി മറ്റൊരു വിഭാഗം ആളുകൾ നിങ്ങൾ ഇപ്പോഴും ഈ ഒരു വ്യക്തി മനസ്സൊക്കെ മാറി നിങ്ങളിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് അങ്ങനെ നിൽക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങളും ഇമോഷൻസ് ചിലപ്പോൾ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഇപ്പോഴും ആ ഒരു ആഗ്രഹം എവിടെയോ മനസ്സിന്റെ ഒരു കോണിൽ ഒരു hope ആയിട്ട് വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് മൂവ് ഓൺ ചെയ്യുന്നവരായിരിക്കും. മൂവ് ഓൺ ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ടുണ്ടായിരിക്കാം. എപ്പോഴും കരഞ്ഞിരിക്കുക എന്നുള്ള ഒരു മീനിങ് അല്ല. അങ്ങനെ ഇരിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി അല്ല ഇവിടെ കാണുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നതായതുകൊണ്ട് തന്നെ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണെ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഇവരുണ്ടോ എന്നുള്ള ഒരു ഭയം, ആ ഒരു ഫിയർ ഇവരെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവർ ആ ഒരു പ്ലാനിങ് നടത്തുന്നത് ബുദ്ധിപൂർവ്വം എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങൾക്ക്. എങ്കിലും നിങ്ങളോടൊന്ന് സംസാരിക്കണം. നിങ്ങളിപ്പോ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായാലും ഇല്ലെങ്കിൽ പോലും നിങ്ങളോടൊന്ന് സംസാരിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇവർ ചെയ്തു പോയ കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആൻഡ് ക്ലാരിറ്റിയോട് കൂടി തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വെളിപ്പെടുത്തുക. നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇവർ ഹൈഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഹൈഡ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു സത്യങ്ങളെല്ലാം തന്നെ നിങ്ങളോടൊന്ന് തുറന്ന് പറയുക തന്നെ വേണം. കാരണം കുറ്റബോധത്തിൽ നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. ഹെർമിറ്റ് എനർജി എന്ന് പറയുമ്പോഴേക്കും അവർ സ്വന്തം അവരുടെ ഹൃദയത്തിലേക്ക് തന്നെ നോക്കി അവർ ചെയ്തു പോയിരിക്കുന്ന പ്രവർത്തികൾ, തെറ്റുകൾ, കാര്യങ്ങൾ, വാക്കുകൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം ഓർത്തെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഈ ഒരു നിശബ്ദമായിട്ടിരിക്കുന്ന ഇവരുടെ ഒരു സമയം എന്ന് പറയുന്നത് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അവരെ തന്നെ സ്വയം ഹീൽ ചെയ്ത് ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടത്തിവിടുന്ന എനർജിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ പോലും നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എത്ര റിസ്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിന് അവർ തയ്യാറാണ്. കാരണം അവരുടെ മനസ്സിന് ഒരു ശാന്തത ലഭിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സമാധാനം ലഭിക്കണം. അത് ഒരുപക്ഷെ നിങ്ങളോടൊന്ന് സംസാരിക്കുകയും നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകളൊക്കെ ഏറ്റുപറയുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അവർക്ക് ലഭിക്കുകയുള്ളൂ. അത് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു സമയത്ത് അങ്ങനത്തെ ഒരു ചിന്തയിൽ നിൽക്കുന്നത്. അതും നിങ്ങളൊന്ന് പ്രപ്പോസ് ചെയ്ത് വരിക എന്നുള്ളൊരു മെന്റാലിറ്റി തന്നെയാണ്. പ്രപ്പോസ് ചെയ്ത് വരിക എന്ന് പറയുമ്പോൾ അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് വേണം എന്നാണ്. പക്ഷെ നിങ്ങളുടെ ഒരു എനർജി എങ്ങനെയെന്ന് അറിയാത്ത ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് ആ ഒരു ഭയത്തിൽ അവരെ ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് നിർത്താനുള്ള കാരണം. പക്ഷെ എങ്കിലും ഇവരിപ്പോ നിങ്ങളെ ഭയങ്കരമായിട്ട് അവരുടെ എനർജിയിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ മജീഷ്യൻ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചീറ്റ് ചെയ്തിട്ട് പോയ വ്യക്തികളാണ്, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ നിരന്തരമായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് കടന്നു വരാൻ തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും കിടക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും നടക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ട് ഇവരുടെ ചിന്തകൾ നിങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരിക. അതുപോലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കാണുക. ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ട് മാത്രമല്ല
നിങ്ങൾ ഒരുമിച്ച് കേട്ടിരുന്ന പാട്ടുകളോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ എന്തെങ്കിലും ഒരു വസ്തുക്കളോ പോലും. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിരന്തരമായിട്ട് ഒരു പ്രാവശ്യം അല്ല റിപ്പീറ്റ് ചെയ്തൊക്കെ അങ്ങനെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടിട്ടാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അവരുടെ എനർജിയിലേക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുകയാണ്. കാരണം അവർ ആഗ്രഹിക്കുകയാണ് മനസ്സുകൊണ്ട്. അവരുടെ ആഗ്രഹങ്ങളാണ് ഇവിടെ മാനിഫെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ ആയിട്ട് മാറുന്നത്. നിരന്തരമായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അത് മനസ്സുകൊണ്ട് forgiveness നടത്തുക എന്നുള്ളത് മാത്രമല്ല, എങ്ങനെയെങ്കിലും നിങ്ങൾ അവരെ ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് കടന്നു വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള രീതിയിലാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ജേർണിയിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം വേണമെന്നും അതുപോലെ തന്നെ സപ്പോർട്ടോ കാര്യങ്ങളോ ഇനിയിപ്പോൾ ആരുടെയെങ്കിലും ലഭിച്ചില്ലെങ്കിൽ പോലും അങ്ങനെ ഇവിടെ ചിന്തിക്കാനുള്ള കാരണം ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ family ഒക്കെ നിങ്ങൾക്ക് against ആയിരിക്കാം. ആ ഒരു രീതിയിൽ നിങ്ങളെ cheat ചെയ്ത് പോയവരായിരിക്കാം. എന്നാൽ ഇപ്പോൾ ഇവർ ചിന്തിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും universal support ഓട് കൂടി തന്നെ ഇതിനകത്തൊരു new beginning ഇവർ കൊണ്ടുവരും. നിങ്ങളും കൂടെ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ. കാരണം മുന്നോട്ടേക്ക് ഒരു journey ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ financial കാര്യങ്ങളിലേക്കൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ അവിടെ loss സംഭവിച്ചിട്ടുണ്ട് ചിലവരുടെ കേസിൽ. ചിലവർ ആ ഒരു situation ൽ തിരിച്ചടികളോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ നേരിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതെല്ലാം പൂർണ്ണമായിട്ടും ഇവിടെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളിലേക്കുള്ള യാത്രയാണ്. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ എല്ലാ രീതിക്കും ഒരു celebration വേണം. എന്ന് വെച്ചാൽ commitment. നിങ്ങൾക്കൊരു commitment നൽകുക. ഒരു വിവാഹത്തിലേക്കൊക്കെ പോയി നിന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു അവസാന സമയമൊക്കെ ആയപ്പോഴേക്കും ഒരു കാല് മാറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താല്പര്യമില്ലാത്ത രീതിയിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ ആ ഒരു കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് കിങ് ഓഫ് സോൾസിന്റെ എനർജി ആയതുകൊണ്ട് തന്നെ ആ ഒരു രാജാവ് അല്ലെങ്കിൽ ആ ഒരു കിങ് ബുദ്ധിപൂർവ്വം ചിന്തിച്ചതിന് ശേഷം പ്രവർത്തിക്കുക. ആലോചിച്ച് ചിന്തിച്ച് ഇതിലൊരു വിജയം വേണമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് ഇവരിപ്പോ നിൽക്കുന്നത്. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾക്ക്. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരുടെ ഹൃദയത്തിൽ ആത്മാർത്ഥമായ ഒരു സ്നേഹം ഈ ഒരു സമയത്ത് നിങ്ങളോട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. കുറ്റബോധവും ഭയങ്കര കാര്യമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ചെയ്തു പോയ കാര്യങ്ങൾക്കെല്ലാം ഒരു കുറ്റബോധവും തോന്നുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നത് കൊണ്ടിട്ട് ഒരുപാട് ചേഞ്ചസ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും. ആത്മാർത്ഥമായിട്ട് തന്നെ ഖേദിക്കുന്ന അല്ലെങ്കിൽ വേദനിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ്. അതുപോലെ നിങ്ങളെ എല്ലാ രീതിയിലും ചേർത്ത് നിർത്തണം എന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കൊരു സപ്പോർട്ടായി മാറണം. ഇതുവരെ നിങ്ങൾക്ക് തരാതിരുന്ന കെയറിങ് കാര്യങ്ങളെല്ലാം നൽകണം. അതോടൊപ്പം അവരുടെ ലൈഫിൽ അവർക്കൊരു സമാധാനവും വേണം. കാരണം അവർക്ക് സമാധാനം എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു തെറ്റുകളും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. ഒരു തെറ്റുകൾ എന്ന് പറയുമ്പോഴേക്കും 1% പോലും എന്നുള്ള മീനിങ്ങിൽ അല്ല. തെറ്റ് ചെയ്യാത്തവർ ആരുമില്ല. പക്ഷെ അങ്ങനെയല്ല, ഒരു റിലേഷൻഷിപ്പ് തകരാൻ മാത്രമുള്ള ഒരു ചീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ അത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇവരുടേതാണ് പൂർണ്ണമായിട്ടുള്ള തെറ്റുകൾ എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഉള്ള ആ ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു ഡിപ്രസ്ഡ് അവസ്ഥ, അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് വേണം. ഒരുപാട് വേദനിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു വ്യക്തി ഒത്തിരി വേദനിക്കുന്നുണ്ട് മനസ്സുകൊണ്ട്. എല്ലാ രീതിയിലും ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇപ്പോ. ഈ ഒരു ജേർണി അത്ര ഒരു സ്മൂത്ത് ആയിട്ടുള്ള ജേർണി അല്ല എന്നുള്ളത് ഇവർ മനസ്സിലാക്കുകയാണ്. അതിപ്പോ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ പോലും ഓടി വന്ന് ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. ചീറ്റ് ചെയ്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരായിട്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. ബ്ലോക്ക് ഇതുവരെ മാറ്റിയിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ എങ്കിൽ പോലും ആ ഒരു സംസാരം അത്ര പെട്ടെന്ന് സഡൻ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം ആയിരിക്കില്ല. അതിന് കുറച്ച് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. പക്ഷെ എങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളോടൊന്ന് സംസാരിക്കണം. ഒന്ന് തുറന്ന് സംസാരിക്കണം. മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായിട്ട് നിങ്ങളോട് പറയണം. അതോടൊപ്പം നിങ്ങളിലേക്ക് ആ ഒരു ക്ഷമാപണം നടത്തണം. അവരുടെ ലൈഫിൽ എല്ലാ രീതിയിലും ഒരു പ്രകാശം നിങ്ങളാണ് എന്നൊരു തിരിച്ചറിവ് ഇപ്പോൾ ഇവർക്ക് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇവർ ആദ്യമായിട്ട് കടന്നു വന്ന സമയങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത്, ആ ഒരു സമയത്ത് ഇവർക്ക് നിങ്ങളെ വേണം അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളെ നേടണം എന്നൊരു ചിന്തയിൽ ഇവർ ആ ഒരു ടൈമിൽ ഒരുപാട് റിസ്ക് എടുത്തവരാണ്. അത്രയും റിസ്ക് എടുത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നവരാണ്. എന്നാൽ ആ മുന്നോട്ടേക്ക് റിലേഷൻഷിപ്പ് പോയ സമയത്ത് ഇവരുടെ ആ ഒരു രീതിക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ആദ്യം വന്ന ആ ഒരു എന്താ പറയാ ഉന്മേഷമോ കാര്യങ്ങളോ ഒന്നും പിന്നീട് അങ്ങോട്ട് കാണിച്ചിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഇവര് തന്നെ സ്വയം ഓർത്തെടുക്കുന്നുണ്ട്. അപ്പൊ എത്രത്തോളം passionate ആയിട്ടാണ് അല്ലെങ്കിൽ എത്രത്തോളം ആത്മാർത്ഥമായ ഒരു സ്നേഹം നിങ്ങളിലേക്ക് ഉണ്ടായിട്ടാണ് ഇവർ അങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് എന്ന് ഇവരുടെ ആ ഒരു കഴിവുകേട് കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു സ്വാർത്ഥമായ ചിന്താഗതികൾ കൊണ്ടിട്ടോ നിങ്ങൾ ഉപേക്ഷിച്ച് പോയവരാണ്. അതൊക്കെ ഒരു തെറ്റായ തീരുമാനമായിരുന്നു.
അങ്ങനത്തെ ഒരു തെറ്റായ തീരുമാനം അവർ എടുത്തത് കൊണ്ട് തന്നെയാണ് അവരുടെ ലൈഫിൽ അവർക്ക് ഒരുപാട് സ്ട്രഗിളിങ് നേരിടേണ്ടി വന്നത്. എവിടെയാണോ സന്തോഷം കിട്ടും, കൂടുതലായിട്ട് കിട്ടും എന്നുള്ള രീതിക്ക് ഇവർ പോയത്, അത് ഒരു റോങ് ഡിസിഷൻ ആയിരുന്നു. അവിടെ അവർക്ക് ലഭിച്ചത് സന്തോഷമല്ല, പകരം ഉണ്ടായിരുന്ന സന്തോഷമാണെന്നുണ്ടെങ്കിലും സമാധാനമാണെന്നുണ്ടെങ്കിലും നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു മനസ്സമാധാനവും സന്തോഷവും എല്ലാം തന്നെ തിരിച്ചെടുത്തിട്ട് മുന്നോട്ടേക്ക് ഒരു ലൈഫിലേക്ക് എൻട്രി ചെയ്യണം. പക്ഷെ അതിന് കൂടെ നിങ്ങളും കൂടെ ഉണ്ടാവണം. നിങ്ങളും കൂടെ അവരുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ജേർണി അല്ലെങ്കിൽ ഈ ഒരു ന്യൂ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് എല്ലാ രീതിക്കും സക്സസിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക കൂടെ ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിൽ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോട് തുറന്നു പറഞ്ഞ് എല്ലാ രീതിയിലും നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത്. മാത്രമല്ല ഒരുപാട് ലൈഫിൽ തിരിച്ചടികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നേരിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോഴും അവർ നിങ്ങളുടെ ഓർമ്മകൾ തീർച്ചയായിട്ടും അവരുടെ ഉള്ളിലേക്ക് ഇപ്പോൾ ആവാഹിക്കുക എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ വീണ്ടും ഓർത്തെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറ്റബോധം അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഒരുപക്ഷെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചിലവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് വരണം എന്ന് പറയുമ്പോൾ ഇവർ തെറ്റുകൾ മനസ്സിലാക്കി ദൈവികപരമായ ഒരു തിരിച്ചറിവിന്റെ തിരിച്ചടി കിട്ടി നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചവരായിരിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം തന്നെ ഇവിടെ എന്തായാലും ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ എനർജി വെച്ചിട്ട് നിങ്ങൾ അതൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്തത് എന്നുള്ളത് തീർച്ചയായും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കണം. റെസനേറ്റ് ചെയ്യുന്നവർക്ക് പോസിറ്റീവായിട്ട് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പൊ ഈ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടൊക്കെ ഈ ഒരു ക്ലൂസ് കൂടെ എത്രത്തോളം കണക്റ്റഡ് ആണ് എന്ന് ചെക്ക് ചെയ്യാം. 38 A എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 30 days കാണിക്കുന്നുണ്ട്. 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള സാധ്യതകളായിട്ട് എടുക്കാം. 10 എന്നൊരു നമ്പറും കാണിക്കുന്നുണ്ട്. ചിലവർക്ക് 10 days കാണിക്കുന്നുണ്ട്. 10 ദിവസമായിട്ട് എടുക്കാം. ലിയോ. P എന്നൊരു ലെറ്റർ. അനിഴം. 44. ലിബ്ര എന്നൊരു സോഡിയാക് സൈൻ. N എന്നൊരു ലെറ്റർ. 4. സെപ്റ്റംബർ മന്ത്. ഔട്ട്സൈഡ് കേരള വന്നിട്ടുണ്ട്. നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ പുറത്തുള്ളവരായിരിക്കാം, എബ്രോഡ് ആയിരിക്കാം. ആലപ്പുഴ. U എന്നൊരു ലെറ്റർ. 38. 32 വന്നിട്ടുണ്ട്. നവംബർ മന്ത്. A എന്നൊരു ലെറ്റർ. 7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. 7 days ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. B എന്നൊരു ലെറ്റർ. ഓഗസ്റ്റ് മന്ത്. 28. വിത്തിൻ 3 months കാണിക്കുന്നുണ്ട് ചിലവരുടെ കേസിൽ. അപ്പൊ നിങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത്രയും ഒരു 3 months ഒക്കെ എടുത്തേക്കാം. പക്ഷെ 3 months ഉള്ളൂ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. ഓഗസ്റ്റ് എന്നൊരു മന്ത്. 27. R എന്നൊരു ലെറ്റർ. 28. T എന്നൊരു ലെറ്റർ. തൃക്കേട്ട. 42. K എന്നൊരു ലെറ്റർ. ലിബ്ര. നവംബർ മന്ത്. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് വിർഗോ എന്നൊരു സോഡിയാക് സൈൻ ആണ്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് ക്ലൂസ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, നിങ്ങളുടെ പേഴ്സന്റെ എനർജി, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, അതൊക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.